അങ്ങനെ 2026 ആദ്യ പകുതി കഴിഞ്ഞു. നമ്മൾ എല്ലാ വർഷവും ആ വർഷത്തിന്റെ മധ്യം വരെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ ഇങ്ങനെ പറയാറുണ്ട്. അത്തരത്തിൽ ഇതുവരെ, അതായത് ജനുവരി 1 മുതൽ ജൂൺ 30 വരെ കണ്ട സിനിമകളിൽ എനിക്ക് ദ ബെസ്റ്റ് എന്ന് തോന്നിയ പടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ തിയേറ്ററിൽ നിന്ന് മാത്രമായിട്ട് ഈ വർഷം 100 സിനിമകളാണ് കണ്ടിട്ടുള്ളത്. അതിൽ ഭരതനാട്യം 2 മോഹിനിയാട്ടം മാത്രം റീവാച്ച് ചെയ്തായിരുന്നു. അപ്പം അതും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 101 തിയേറ്റർ കാഴ്ചകൾ ഉണ്ടെന്ന് പറയാം. കൂടാതെ അല്ലാതെ ഡിജിറ്റലായിട്ടും OTT-ലും ഒക്കെ ആയിട്ട് ഏകദേശം 170ഓളം സിനിമകൾ പ്ലസ് കുറച്ച് സീരീസുകളുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി 170 എണ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത്തവണ ഞാൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് റാങ്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ടല്ലോ, സോ എന്തെങ്കിലും ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഒക്കെ വേണമല്ലോ എന്ന് തോന്നി. ചില ഫേമസ് ഇന്റർനാഷണൽ ഫിലിം ക്രിറ്റിക്സ് ഒക്കെ സ്വീകരിക്കുന്ന ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതെങ്ങനെയാണെന്ന് പറയാം. ഞാൻ 4 tiers അല്ലെങ്കിൽ ലെവൽസ് ആയിട്ടാണ് സിനിമകളെ തരംതിരിച്ചിരിക്കുന്നത്. Tier 4 അല്ലെങ്കിൽ ലെവൽ 4-ൽ ഡീസന്റ് വാച്ച് ഫിലിംസ് ആണ്. അതായത് ആ പടങ്ങൾ വലിയ സംഭവങ്ങളൊന്നുമല്ല, ഞാൻ അങ്ങനെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ചില സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ പടങ്ങൾ ആ ലെവലിൽ എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് Tier 3 അല്ലെങ്കിൽ ലെവൽ 3 ആണ്. അതിലുള്ള പടങ്ങൾ ഗുഡ് എന്ന് പറയാം, പക്ഷേ ഗ്രേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഒക്കെ ആവശ്യമാണെന്ന് തോന്നിയ പടങ്ങളാണ്, പക്ഷേ നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ചില സിനിമകൾ. ഇനി ലെവൽ 2 അല്ലെങ്കിൽ Tier 2 ആണ്. അതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പടങ്ങളാണ് റിയലി ഗുഡ് അല്ലെങ്കിൽ വെരി ഗുഡ് എന്ന് തോന്നിയ സിനിമകളാണ്. എങ്കിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതിലും അവിടെ ഒക്കെ ഉള്ളതുകൊണ്ടാണ് അത് 2-ൽ വന്നത്. ഇനി ലെവൽ 1 അല്ലെങ്കിൽ Tier 1 ഫിലിംസ്, ഇതാണ് ദ ബെസ്റ്റ് ഫിലിംസ് എന്ന് പറയാവുന്നത്. സ്ട്രോങ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പടങ്ങളാണ് ഈ ഒരു ലെവലിൽ വരുന്നത്. പക്ഷേ ഈ ലെവൽ 1-നും മുകളിൽ നിൽക്കുന്ന പടങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ മാസ്റ്റർ പീസ് അല്ലെങ്കിൽ മാഗ്നം ഓപ്പസ് എന്നൊക്കെ പറയാൻ തോന്നുന്ന പടങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 7 അല്ലെങ്കിൽ മെമ്മറീസ് ഓഫ് മർഡർ, മണിച്ചിറത്താഴ്, ശോശങ്ക് റിഡംഷൻ, ഇൻസെന്റീവ്സ് ഒക്കെ പോലെ മാസ്റ്റർ പീസ് എന്ന് അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ബെസ്റ്റ് എന്ന് ഞാൻ കരുതുന്ന സിനിമകളാണ്. ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന പടങ്ങൾ ഈ കാലഘട്ടത്തിൽ വരുന്നത് വളരെ കുറവാണ് എന്നുള്ളതാണ് സത്യം. സോ ഈ ടോപ്പ് ടിയർ അല്ലെങ്കിൽ മാഗ്നം ഓപ്പസ്, മാസ്റ്റർ പീസ് എന്ന ആ ഒരു ലെവലിൽ സാധാരണ പുതുതായിട്ട് റിലീസാകുന്ന പടങ്ങളൊന്നും അങ്ങനെ ആ ലിസ്റ്റിൽ ഇടം പിടിക്കാറില്ല. ഇനി ഈ പറഞ്ഞ ലെവലുകളിലൊന്നും ഉൾപ്പെടാത്ത, ഞാൻ പറയാൻ പോലും താല്പര്യപ്പെടാത്ത സിനിമകളുമുണ്ട്. Tier 5 എന്നോ അല്ലെങ്കിൽ ഇല്ലാത്ത ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നേ ഇല്ല. ആൻഡ് ഓർക്കുക, ഇത് എന്റെ വ്യക്തിപരമായ ലിസ്റ്റാണ്, അല്ലാതെ ഇതൊരു ലോക സത്യമോ അല്ലെങ്കിൽ ഈ ലിസ്റ്റാണ് ദ പെർഫെക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ഇത് എന്റെ അഭിപ്രായം മാത്രമാണ്, എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണെന്ന് മാത്രം. ഓരോ സിനിമകളും ഓരോ പ്രേക്ഷകർക്കും വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും സമ്മാനിക്കുക. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പടങ്ങൾ എന്റെ ലിസ്റ്റിൽ ഉണ്ടാവണമെന്നില്ല, തിരിച്ചും അത് ഓർക്കുക. അതുപോലെ തന്നെ പടങ്ങളുടെ ബോക്സ് ഓഫീസ് വിജയവും ഒരു പടം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന കാര്യം ഓർക്കുക. ഉദാഹരണത്തിന് ഇരകൾ, തൂവാനത്തുമ്പികൾ, ഞാൻ ഗന്ധർവൻ, ദേവദൂതൻ, ബിഗ് ബി, ഇതൊക്കെ ബോക്സ് ഓഫീസിൽ പരാജയമായ അല്ലെങ്കിൽ വലുതായിട്ട് വിജയിക്കാതെ പോയ പടങ്ങളാണ്. പക്ഷെ പിന്നീട് ആ സിനിമകൾ പേരെടുത്ത അല്ലെങ്കിൽ കൾട്ട് ഫോളോയിങ് നേടിയ പടങ്ങളാണ്. അപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം 1800 കോടിയോ അതിന്റെ മുകളിലൊക്കെ അടിച്ചതുകൊണ്ട് പുഷ്പ 2 നല്ലൊരു പടമാകുന്നില്ല എന്ന് ഞാൻ പറയും. പേഴ്സണലി എനിക്ക് ഈ ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന സംഭവം ഒരു വലിയ വിഷയമേ അല്ല. ഒരു നല്ല ചെറിയ പടം തിയേറ്ററിലും കൂടെ ഓടുകയാണെങ്കിൽ ഒരു സന്തോഷം. അതുപോലെ വലിയ സ്റ്റാർസിന്റെ പടത്തിന് നല്ലൊരു സ്ക്രിപ്റ്റും കൂടെ ഉണ്ടെങ്കിൽ അത് വേറെ സന്തോഷം. അത്രേ ഉള്ളൂ. സിനിമകളിലേക്ക് കടക്കാം. ആദ്യം തന്നെ കഴിഞ്ഞ വർഷത്തെ, അതായത് 2025-ലെ കുറച്ച് സിനിമകൾ ഞാൻ ഈ വർഷമാണ് കണ്ടത്. ചിലത് ഫിലിം ഫെസ്റ്റിവലിലും തിയേറ്ററിലും പിന്നെ ഡീറ്റെയിലായിട്ടും ഒക്കെയാണ് കണ്ടത്. ആ പടങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞു പോവുകയാണ് ജസ്റ്റ്. ഒന്ന് ദ സീക്രട്ട് ഏജന്റ് എന്ന പോർച്ചുഗീസ് പടം, പിന്നെ കോട്ടയം ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ കണ്ട ഷേപ്പ് ഓഫ് മോമോ എന്ന നേപ്പാളി പടം, ഷാഡോ ബോക്സ് എന്നൊരു ബംഗാളി പടം, പിന്നെ ബ്ലാക്ക് റാബിറ്റ്, വൈറ്റ് റാബിറ്റ് ഒരു റഷ്യൻ പടമാണ്. അതുപോലെ സബർ ബോണ്ട എന്ന മറാഠി ഫിലിം, ഇത് തിയേറ്ററിൽ കാണുന്നതിന് മുമ്പ് നെറ്റ്ഫ്ലിക്സിൽ ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഖിഡ്കി ഗാവ് എന്ന് പറഞ്ഞൊരു മലയാളം പടമുണ്ട്. ഇതൊക്കെ 2025-ലാണ്, പക്ഷേ ഈ വർഷം കണ്ടിട്ട് എനിക്ക് വർക്കായ പടങ്ങളാണ്. ഇത് പിന്നെ എല്ലാവർക്കും പറ്റിയ പടങ്ങളും അല്ല, കുറച്ചൊരു അവാർഡ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ടൈപ്പ് പടങ്ങളാണ്. അതുപോലെ തന്നെ റിലീസ് ചെയ്ത സിനിമകളിൽ 2004-ലെ ഇറ്റേണൽ സൺഷൈൻ ഓഫ് ദ സ്പോട്ട്ലെസ് മൈൻഡ് എന്ന കിടിലം പടവും തിയേറ്ററിൽ തന്നെ എനിക്ക് കാണാൻ പറ്റി. അത് ഞാൻ ഈ പറഞ്ഞ പോലെ മാഗ്നം ഓപ്പസ് ടിയറിൽ വരുന്നതാണ് കേട്ടോ. സോ ലെവൽ 4 അല്ലെങ്കിൽ Tier 4 ഡീസന്റ് ഫിലിംസ്, ജസ്റ്റ് പേര് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ദ ഹൗസ് മെയ്ഡ്, ഗ്രീൻലാൻഡ് 2 മൈഗ്രേഷൻ, തലൈവർ തമ്പി തലൈമയിൽ, പ്രകമ്പനം, മായാസഭ, സ്പാ, ക്രൈം 101, വാർ മെഷീൻ, ഹൗ ടു മേക്ക് എ കില്ലിംഗ്, റെഡി ഓർ നോട്ട് 2, ത്രാഷ്, ദ അഗ്ലി കൊറിയൻ പടമാണ്, സ്കൂൾ ചെലേഹം എന്നൊരു മലയാളം പടമുണ്ട്. 2025 എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ തായ് കിഴവി, ആക്ഷൻ പടമായ നോർമൽ, പിന്നെ ദ ഡ്രാമ എന്ന പടം, അപ്പെക്സ്, ദേ വിൽ കിൽ യു, ഹുക്കും, ഡിസ്ക്ലോഷർ ഡേ, കോളനി. ഇതൊക്കെയാണ് ഡീസന്റ് ഫിലിംസ്. അങ്ങനെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന പടങ്ങളല്ല, പക്ഷേ ചില നൈസ് കാര്യങ്ങൾ ഇടയ്ക്ക് ഉള്ളതുകൊണ്ടാണ് ആ ലെവലിൽ വന്നത്. നോട്ട് സോ ഗുഡ് എന്ന് പറയാം. ഇനി മെയിൻ ലിസ്റ്റിലേക്ക് ലെവൽ 3 അല്ലെങ്കിൽ Tier 3
ഗുഡ് ബട്ട് ഫ്ലോഡ് ആയിട്ടുള്ള ഫിലിംസ് ആണ്. 28 years later, ദ ബോൺ ടെമ്പിൾ നൈസ് പടമാണ്, പക്ഷേ ഫസ്റ്റ് പാർട്സ് ഒക്കെ കണ്ടിട്ട് ഈ പടം കാണുക. അതുപോലെ തന്നെ അടുത്തത് മാർട്ടി സുപ്രീം, ഇതും ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. ഞാൻ ഓസ്കാറിൽ എന്തെങ്കിലുമൊക്കെ ഈ പടത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷയായിരുന്നു. നെക്സ്റ്റ് സെൻഡ് ഹെൽപ്പ്, ഈ വർഷം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച ഒരു ഹൊറർ ത്രില്ലർ പടമാണെന്ന് പറയാം. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് വെതറിംഗ് ഹൈറ്റ്സ്, ഇത്രയും കിഡ്ലൻ വിഷ്വൽസ് അല്ലെങ്കിൽ ഭയങ്കര കവിത പോലെ മനോഹരം എന്നൊക്കെ പറയാവുന്ന ഓരോ ഫ്രെയിംസും ഉള്ള ഒരു സിനിമയായിരുന്നു. തിയേറ്ററിൽ നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. OTT കണ്ടാൽ അത്രയ്ക്ക് ഇഷ്ടപ്പെടുക ഇതെങ്ങനെയായിരിക്കും എനിക്ക് അറിയത്തില്ല. അടുത്തത് സംഭവം അധ്യായം 1, നല്ലൊരു അറ്റംപ്റ്റ് ആയിട്ട് തോന്നിയൊരു പടമാണ്. ഒരു വെറൈറ്റി മലയാളം പടമായിരുന്നു. പിന്നെ റിഡക്സ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് സൈഫൈ ത്രില്ലർ മൂവി ഉണ്ട്, അത് നല്ല പടമാണ്. പ്രൈം വീഡിയോയിലുണ്ട്, കണ്ടു നോക്കാം. പ്രോജക്ട് ഹെയിൽ മേരി, വൻ അഭിപ്രായം കേട്ടിട്ട് പോയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അത്ര ഭയങ്കര ഗംഭീരമായിട്ട് തോന്നിയില്ല. എനിക്ക് പടം കുറച്ച് ലാഗ് അടിക്കുകയും ചെയ്തായിരുന്നു, എങ്കിലും ഒരു ക്യൂട്ട് ഫിലിം ആയിട്ട് തോന്നി. നെക്സ്റ്റ് മൈക്കിൾ ജാക്സന്റെ ബയോപിക് ആണ്. പേഴ്സണലി പുള്ളിയുടെ പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് വർക്കായിട്ടുള്ള ഒരു പടമായിരുന്നത്. നെക്സ്റ്റ് ഹിസ്റ്ററി ഓഫ് സൗണ്ട്, ഇത് ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കുറച്ചൊരു അവാർഡ് ടൈപ്പ് ഫിലിമാണ്, വളരെ സ്ലോ ആണ്. പോരാത്തതിന് വളരെ പഴയ കാലത്തെ ഒരു ഹോമോസെക്ഷൽ കപ്പിളിന് സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് പടത്തിന്റെ പ്രമേയം. റിയൽ ഇൻസിഡന്റ് ആണ്, കലാപരമായിട്ട് മികച്ച സിനിമയാണ്. പക്ഷേ ഇത് വീഡിയോ ചെയ്താൽ ആരും കാണില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യാനാണ്. നെക്സ്റ്റ് മോളിവുഡ് ടൈംസ്, ഇത് എനിക്ക് തോന്നുന്നു 2 തരത്തിലെ ആൾക്കാർക്ക് ഈ പടം തോന്നിയിട്ടുണ്ടാവാം. ചിലർക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട്, ചിലർക്ക് വർക്കായിട്ടേ ഇല്ല. കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നത്. നെക്സ്റ്റ് ട്യൂണർ എന്നൊരു ഇംഗ്ലീഷ് ക്രൈം ഡ്രാമ ഫിലിം ഉണ്ട്. ഇതും കുറച്ച് സ്ലോ ആണ്, എല്ലാവർക്കും വർക്കാവില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് ലെവൽ 3 പടങ്ങള്. അടുത്തത് ലെവൽ 2 ആണ്, അല്ലെങ്കിൽ ടിയർ 2 ആണ്. വെരി ഗുഡ് അല്ലെങ്കിൽ എക്സലന്റ് ഫിലിംസ് എന്ന് തോന്നിയ പടങ്ങളാണ്. ആദ്യം തന്നെ ധുരന്തർ 2 കിഡ്ലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന്റെ പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഇടയ്ക്ക് ഫീൽ ചെയ്തായിരുന്നെങ്കിലും അന്യായ മേക്കിംഗ് ക്വാളിറ്റി ഉള്ള ഒരു പടമായിട്ട് തോന്നിയ സിനിമയാണ്. അടുത്തത് വാഴ 2, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയും. എനിക്ക് വാഴ 1-നേക്കാട്ടിലും വർക്കായ സിനിമ ഇതാണ്. നന്നായിട്ട് പടം ഓടുകയും ചെയ്തു. അടുത്തത് ബ്ലാസ്റ്റ്, ഈ വർഷം തിയേറ്ററിൽ കണ്ട ആക്ഷൻ പടങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യൻ സിനിമ എന്ന് പറയാം. ചെറിയ ഇമോഷണൽ കണക്ഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഫാമിലിയോട് നമുക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ട്, കണ്ടിരിക്കാൻ രസമായിരുന്നു. ഭയങ്കര രോമാഞ്ചിഫിക്കേഷൻ തരുന്ന കുറച്ച് മൊമെന്റ്സ് ഒക്കെ സമ്മാനിച്ച ഒരു സിനിമയാണ്. ഒരു ടോട്ടൽ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാം. പക്ഷേ ഇത് OTT കണ്ടാൽ അത്രയ്ക്ക് വർക്കാവുമോ അല്ലെങ്കിൽ ഇമ്പാക്ട് കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. നെക്സ്റ്റ് ബാലനാണ്, എനിക്ക് പേഴ്സണലി വർക്കായ ഒരു പടമാണ്. സെക്കൻഡ് ഹാഫിലെ ചില ഐറ്റംസ് അതുപോലെ ടൊവിനോയുടെ പോർഷൻസ് ഒക്കെയാണ് എനിക്ക് കുറച്ച് ഒരു പടത്തിന് ഡൗൺ ഫീൽ വന്നത്. സ്റ്റിൽ നൈസ് ആയിരുന്നു. ബാക്ക് റൂംസ്, ഈ വർഷത്തെ ഏറ്റവും കിളി വർത്തിയ പടങ്ങളെന്ന് പറയാം. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. പടം എക്സ്പ്ലനേഷൻ കണ്ടാൽ പോലും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. OTT വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാ, എല്ലാവർക്കും വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ലെവൽ 1 അല്ലെങ്കിൽ ടിയർ 1 ഫിലിംസ് ആണ്. ബസ് ഫിലിംസ്. ആദ്യം തന്നെ ഭരതനാട്യം 2 മോഹിനിയാട്ടം, ഈ വർഷം ഞാൻ 2 തവണ തിയേറ്ററിൽ പോയി കണ്ട ഒരേ ഒരു സിനിമ ഇത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ സെക്കൻഡ് വാച്ചിലാണ് എനിക്ക് പടം ഫസ്റ്റ് വാച്ചിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയാം. എന്ന് മാത്രമല്ല, നെറ്റ്ഫ്ലിക്സിൽ വന്നപ്പോൾ 3ാമതും ഞാൻ ഇരുന്ന് ഫുൾ പടം കാണുകയും ചെയ്തു വിത്ത് ഫാമിലി. സോ എനിക്ക് ഈ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഫേവറേറ്റ് ഫിലിമാണ് മോഹിനിയാട്ടം. ഞാൻ ആദ്യം റിവ്യൂ ഇട്ടപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഈ പടത്തെ കുറിച്ച് അല്ലെങ്കിൽ കുറച്ചുകൂടി പൊക്കി പറയണമായിരുന്നു എന്നൊരു സങ്കടം കൂടി തോന്നി. സോ ഇത് ഉറപ്പായിട്ടും ലെവൽ 1 മൂവിയാണ് എനിക്ക്. നെക്സ്റ്റ് ഒബ്സഷൻ, ഒരു റൊമാൻറ്റിക് ഫിലിം എന്ന രീതിയിൽ വന്നിട്ട് റൊമാൻസ് കൊണ്ട് തന്നെ നമ്മളെ ഭയപ്പെടുത്തിയ ഒരു വെറൈറ്റി കിടിലൻ തോട്ടായിരുന്നു ഈ പടത്തിൻ്റെത്. ചെറിയ ബജറ്റിൽ വന്നിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം പ്രോഫിറ്റ് ഉണ്ടാക്കിയ പടങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറുകയും ചെയ്തു. അതും ഒരു യൂട്യൂബറാണ് ഇതിന്റെ ഡയറക്ടർ എന്നുള്ളത് വേറൊരു കാര്യം. സോ പല കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഈ വർഷത്തെ ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു സിനിമയാണ്. നെക്സ്റ്റ് ദ ഫ്യൂരിയസ്, ഈ വർഷം തിയേറ്ററിൽ പോയി കണ്ട ആക്ഷൻ പടങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ്. കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ ഒരു രക്ഷയില്ല. ക്ലൈമാക്സിലെ സംഭവങ്ങളൊക്കെ ഒരു ഹിച്ച്കോക്കിയൻ വൈബ് കൊണ്ട് തന്ന് അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലെ ക്ലൈമാക്സ് ഫൈറ്റ് എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. ഇതും ഒബ്സഷനും ഒക്കെ കോട്ടയത്തെങ്ങും തിയേറ്ററിൽ വരാഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് വീക്ക് തന്നെ കൊച്ചിയിൽ പോയി കണ്ടതാണ്. പക്ഷേ നെക്സ്റ്റ് വീക്കും അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചകളിലും ഇത് കോട്ടയത്ത് എത്തി എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ചെറിയ ടൗൺ കറുകച്ചാലിലെ മാജിക് ഫ്രെയിംസ് തിയേറ്ററിൽ വരെ വന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഇവിടെയും ഈ 2 പടവും അത്യാവശ്യം നന്നായിട്ട് ഓടി എന്നുള്ളത് വേറെ കാര്യം. അപ്പൊ നമ്മുടെ നാട്ടിലെ മിക്ക തിയേറ്ററുകളിലും അത്യാവശ്യം നല്ല റൺ കിട്ടിയ 2 വിദേശ സിനിമകളായിരുന്നു ഇത്. അത് പേഴ്സണലി എനിക്ക് കുറച്ച് സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഇനി ഫൈനലി ഈ വർഷം ഏറ്റവും സംതൃപ്തി നൽകിയ പടം എന്ന് പറയാം. ലെവൽ 1 തന്നെ ദ ബെസ്റ്റസ്റ്റ് എന്ന് പറയാവുന്ന പടമാണ്. ഒരേ സമയം ഒരു മിസ്റ്ററി ത്രില്ലറും അതേപോലെ തന്നെ ഒരു ഫീൽ ഗുഡ് മൂവിയും കൂടിയാണ്, എന്നാൽ ഒരു കുട്ടികളുടെ സിനിമയും കൂടിയാണ്. അങ്ങനെ പല ജോണർ എന്ന് തോന്നാവുന്ന ഒരു പെർഫെക്റ്റ് വാച്ച് ആയിട്ട് തോന്നിയ പടമാണ്. അതും ഇത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷവും എനിക്കുണ്ട്. ദ ഷീപ്പ് ഡിറ്റക്റ്റീവ്സ് ആണ് പടം. കിടിലം പടമാണ്, ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പടമാണ്. ഇനി നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ OTT-ലെങ്കിലും കണ്ടു നോക്കുക. കാരണം വല്ലാത്തൊരു ഫീൽ തരുന്ന അല്ലെങ്കിൽ മനസ്സ് നിറയ്ക്കുന്ന ഒരു സിനിമയാണ്. അത് മാത്രമല്ല, ഇത് മലയാളം ഡബ്ബിങ്ങും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള മലയാളം ഡബ്ബിംഗ് ആണ്. പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് കാണാം. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഈ പടങ്ങളെല്ലാം തന്നെ ഞാൻ സെപ്പറേറ്റ് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. റിവ്യൂ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. പിന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന ഒരു മെയിൻ കമന്റ് ആയിരിക്കും, എന്തുകൊണ്ട് ആ പടം ഈ ലിസ്റ്റിൽ വന്നില്ല, എന്തുകൊണ്ട് ആ പടവും
പടവും മറ്റേ പടവും ഒരേ ലെവലിൽ വന്നു എന്നൊക്കെ. ഈ ഒരേ ലെവലിൽ വരുന്ന പടങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുകയോ അങ്ങനെ മത്സരിക്കുകയോ ഒന്നും ചെയ്തതല്ല. ഇത് അതാത് സിനിമകളുടെ ഇപ്പോഴത്തെ ലെവലാണെന്ന് ഞാൻ പറയും. അതായത് ആ പടത്തിന് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേർഷൻ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടിൽ തന്നെയാണ് അത് ഉള്ളതെങ്കിൽ അത് ലെവൽ 1-ൽ വരും. അതിന്റെ ഏറ്റവും നല്ല വേർഷൻ അല്ല, കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് ഒക്കെ വേണമായിരുന്നു എന്ന് തോന്നിയ പടമാണെങ്കിൽ അത് ലെവൽ 2-ലും, അതുപോലെ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് വേണമായിരുന്നു എന്ന് തോന്നിയ പടങ്ങളൊക്കെ ലെവൽ 3-ലുമാണ് ഇട്ടേക്കുന്നത്. അങ്ങനെയാണ്. അതല്ലാതെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ട് സെയിം ആയതുകൊണ്ടല്ല ഒരേ ലെവലിൽ വന്നത്. അത് ഓർക്കുക. എല്ലാറ്റിലും ഉപരി ഇത് എന്റെ പേഴ്സണൽ ലിസ്റ്റ് മാത്രമാണ്. നിങ്ങളുടെ ലിസ്റ്റിലുള്ള സിനിമകൾ അറിയാനായിട്ട് എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട്. അതപ്പോൾ നിങ്ങളെ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ വീണ്ടും കാണാം. ശരിയെന്നാ.